ഹായ് ഫ്രണ്ട്സ്, വെള്ള സാറ്റൻ റിബൺ കൊണ്ട് ഫ്ലവേഴ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടാനുസരണം നീളത്തിൽ കട്ട് ചെയ്ത് അതിനെ രണ്ടായിട്ട് മടക്കി അതിനൊരു ഷേപ്പ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് ഇതെല്ലാം ലൈറ്റർ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. എന്നത്തെ പോലെ തന്നെ ഇന്നും എൻ്റെ മോൻ അടുത്തിരിപ്പുണ്ട്. അവൻ വന്നിരുന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ എല്ലാ ഇതളുകളും ഇതുപോലെ നമ്മൾ ലൈറ്റർ യൂസ് ചെയ്താണ്, ഏത് സാറ്റൻ റിബണിൻ്റെ ഫ്ലവേഴ്സ് ആയാലും ലൈറ്റർ യൂസ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. കണ്ടില്ലേ, രണ്ടായിട്ട് മടക്കി അതിന് സാറ്റൻ ലൈറ്റർ യൂസ് ചെയ്യുമ്പം നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ആ രണ്ട് ഇതളും കൂടി ഒരുമിച്ച് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മോൻ ഇതുപോലെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ലീവ്സ് ചെയ്യുന്നതും ഗ്രീൻ സാറ്റൻ റിബൺ രണ്ടായിട്ട് കട്ട് ചെയ്ത് അത് രണ്ടായിട്ട് യോജിപ്പിച്ച് അതിനൊരു ഷേപ്പ് വരുത്തി. ഇനിയെന്ന് വെച്ചാൽ അത് നമ്മൾ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടില്ലേ, ടിഷ്യൂ പേപ്പർ വെച്ച് മടക്കി അതിന് ശേഷമാണ് അതിൽ നമ്മൾ ഓരോ ഇതളുകളും ഒട്ടിച്ചെടുക്കുന്നത്. ഈ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അതിൽ ഓരോ ആ യെല്ലോ കളറിൽ കുറച്ച് ഭാഗം നമ്മളത് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഓരോ ഇതളുകൾ നമ്മളതിൽ ചേർത്തൊട്ടിച്ച് വയ്ക്കുന്നത്. അതിലെല്ലാം ഇനി നമ്മൾ ആ ഒരു റിബൺ കൊണ്ട് തന്നെ ആ തണ്ട് നമ്മൾ ഒട്ടിച്ചെടുത്ത് മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സുമായി.